ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും തേങ്ങയും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള നീർദോശ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് പൂണ്ടെടുത്തിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ദോശ നല്ല വൈറ്റ് കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി പച്ചരി മുഴുവനായിട്ട് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുതേ. ഇപ്പോൾ ഇത് ഞാൻ അരിയും തേങ്ങയും നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മാവ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒട്ടും തരികളൊന്നും ഉണ്ടാവുകയും ചെയ്യരുത്. അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ കഴിയുമോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചേർക്കാം. മാവ് അരച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി വെക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയാണിത്. ഞാൻ മുമ്പ് വെറൈറ്റികളായിട്ടുള്ള ദോശ റെസിപ്പികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കാണണേ. ഇപ്പോഴത്തെ മാവ് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, നല്ല പോലെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് നീർദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ തവ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലൊന്ന് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ബൗളിൽ മാവ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതുപോലെ തവയിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. തവ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ബൗളിൽ മാവ് ഒഴിച്ചിട്ട് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തവി കൊണ്ട് ഒഴിച്ചാലും മതി. ഒരു 2 മിനിറ്റ് മതി കേട്ടോ ഇത് കുക്കായി കിട്ടാനായിട്ട്. ഇപ്പോഴത്തെ നമ്മുടെ നീർദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. നല്ല വൈറ്റ് കളറിലിരിക്കുന്ന ഈ ഒരു ദോശ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ നീർദോശയും ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പുറമെ ഒരു ചെറിയ ക്രിസ്പ്നെസ് ആണുള്ളത്. ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങൾക്കിത് തേങ്ങാ ചട്നിക്കൊപ്പം കഴിക്കാം, അല്ലെങ്കിൽ ഫിഷ് കറി, ചിക്കൻ കറി, ഏതൊരു കറിക്കൊപ്പം കഴിക്കാനും ബെസ്റ്റ് ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ രണ്ടാമത്തെ നീർദോശയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ ഈ ഒരു പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി നീർദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി ഒരു ദോശ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം എടുത്ത് നോക്കിയാലും ഹാർഡായി പോയിട്ടേ ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ കറക്റ്റ് അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നീർദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.